നമസ്കാരം. വേനൽ കടുത്തതോടുകൂടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കുടിവെള്ള ക്ഷാമം നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കുടിവെള്ള ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയാണ്. കർണാടകത്തിൽ തന്നെ ബംഗളൂരുവിൽ കുടിവെള്ള ക്ഷാമം ഇപ്പോൾ അതിരൂക്ഷമാണ്. എന്തായാലും ബംഗളൂരുവിലെ കുടിവെള്ള ക്ഷാമത്തിൽ പ്രതികരണവുമായി കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ബംഗളൂരുവിലേക്ക് മതിയായ ജലവിതരണം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് DK ശിവകുമാർ പറയുന്നത്. ബംഗളൂരുവിലെ എല്ലാ പ്രദേശങ്ങളിലും ജലക്ഷാമം നേരിടുന്നുണ്ട് എന്നും തന്റെ വീട്ടിലെ കുഴൽ കിണർ പോലും വറ്റി വരണ്ടു പോയി എന്നുമാണ് DK ശിവകുമാർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് DK ശിവകുമാർ അറിയാതെ തന്നെ തന്റെ മനസ്സ് തുറന്നത്. ഈ ബംഗളൂരുവിൽ കനത്ത കുടിവെള്ള ക്ഷാമം നേരിടുന്നു, എന്നാൽ എന്ത് വില കൊടുത്തും നഗരത്തിൽ വെള്ളം എത്തിക്കും. വെള്ളം ഉപയോഗിക്കുന്നതിൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് റെസിഡൻഷ്യൽ സൊസൈറ്റികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം തന്നെ ഈ വെള്ളക്ഷാമം മുതലെടുത്തുകൊണ്ട് നിരവധി സ്വകാര്യ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സ്വകാര്യ വാട്ടർ ടാങ്കറുകൾ വെള്ളം എത്തിക്കുന്നതിന് അമിതമായി തുക ഈടാക്കുന്നുണ്ട് എന്നുള്ള പരാതി കൂടി ഉയരുന്നുണ്ട്. 600 രൂപ മുതൽ 3000 രൂപ വരെ ഈടാക്കുന്നുണ്ട് എന്നാണ് ഉപമുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഇത് നിയന്ത്രിക്കണമെന്നും എല്ലാ സ്വകാര്യ വിതരണക്കാരും രജിസ്റ്റർ ചെയ്യണമെന്നും ഒക്കെ DK ശിവകുമാർ പറയുന്നു. നിലവിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഈ ഹൗസിംഗ് ആൻഡ് ബംഗളൂരു സിറ്റി ഡെവലപ്മെന്റ് എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയാണ്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിന്റെ ഈ പ്രസ്താവന സിദ്ധരാമയ്യക്കെതിരെയുള്ള ഒരു ഒളിയപ്പാണ് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ DK ശിവകുമാർ മുഖ്യമന്ത്രി ആവാൻ ഏറെ കാത്തിരുന്ന ഒരു നേതാവാണ്. കർണാടകത്തിൽ കോൺഗ്രസിന് ഉജ്ജ്വലമായ നേട്ടം സമ്മാനിച്ചതും DK ശിവകുമാർ തന്നെയായിരുന്നു. പക്ഷേ ഒടുവിൽ ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുന്നു. ഒരു അനുനയ ശ്രമം എന്നോണം ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെയും അധികാരത്തിലേറ്റുന്നു. പക്ഷെ അദ്ദേഹം അതിൽ ഇപ്പോഴും തൃപ്തനല്ല എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ബംഗളൂരുവിലെ ഈ ജലക്ഷാമത്തെക്കുറിച്ച് പറയവേ തൻ്റെ വീട്ടിൽ പോലും വെള്ളമില്ല എന്ന് പറയുന്നത്. അത് തീർച്ചയായും ബംഗളൂരുവിന്റെ ചുമതലയുള്ള ബംഗളൂരു സിറ്റി ഡെവലപ്മെന്റിന്റെ ചുമതലയുള്ള സിദ്ധരാമയ്യക്കെതിരെയുള്ള ഒരു പരാമർശമായി കൂടി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും DK ശിവകുമാറിന്റെ ഈ വെള്ളം കിട്ടുന്നില്ല, തൻ്റെ വീട്ടിലെ വെള്ളം പോലും വറ്റി വരണ്ടു പോയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന പല രാഷ്ട്രീയ മാനങ്ങളുള്ളതാണ്. അത് ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നുണ്ട് താനും. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.